നമുക്കറിയാം, ബംഗളൂരുവിൽ നടന്നതുപോലെ ഒരു ഒരു എവിക്ഷൻ, അതിനെ എത്ര പെട്ടെന്നാണ് കേരളം ഭരിക്കുന്ന ആളുകൾ ഉത്തർപ്രദേശുമായി താരതമ്യം ചെയ്തത്? ബംഗളൂരുവിൽ നടന്നിട്ടുള്ള ഒരു എവിക്ഷനെ ആരും ന്യായീകരിക്കുന്നില്ല, ദൗർഭാഗ്യകരമായിട്ടുള്ള സംഗതിയാണ്. ആ സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവും കോൺഗ്രസിൻ്റെ നേതൃത്വവും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും വളരെ ശക്തമായിട്ട് ഇടപെടുകയും മുഖ്യമന്ത്രിയിൽ നിന്നും അവിടുത്തെ ഉപമുഖ്യമന്ത്രിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെടുകയും ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറി തന്നെ അക്കാര്യത്തിൽ നേരിട്ട് ഇടപെടുകയും അവിടെ കുടിയൊഴിപ്പിക്കലിന് വിധേയരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും റീഹാബിലിറ്റേഷന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സർക്കാരിനോട് തന്നെ നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നടന്നത് ഏതെങ്കിലും ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു എവിക്ഷൻ അല്ല എന്നുള്ളതും വളരെ സുവ്യക്തമാണ്. എനിക്കൊന്ന് KMCCയുടെ ആളുകൾ തന്നെയാണ്, ബംഗളൂരു KMCCയുടെ ആളുകൾ തന്നെയാണ് അക്കാര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. താങ്കൾ അവിടെ പോയിരുന്നല്ലോ. പക്ഷെ നോക്കൂ, ആ ഒരു ബംഗളൂരിൽ നടന്ന വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യത്തെ ഏതിനോട് ഉപമിക്കാനാണ് കേരളത്തിലെ ഇടതുപക്ഷം തയ്യാറായത്? അതിനെ ഉത്തർപ്രദേശിലെ ബുൾഡോസർ രാജിനോട് ഉപമിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP സർക്കാരുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ബുൾഡോസർ രാജിനെ അനുസ്മരിപ്പിക്കുന്നതാണ്, അതിന് സാമ്യമുള്ളതാണ് കർണാടകയിലേതെന്ന് പറഞ്ഞ് ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷം ശ്രമിച്ചു. അതിനെയും ഏറ്റവും നന്നായി പ്രതിരോധിച്ചത് KMCC ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിലെ സത്യം കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും അതിലൊരു കോൺട്രഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഉത്തർപ്രദേശിലെ ബുൾഡോസർ രാജിനെ കുറിച്ച് സംസാരിക്കുന്ന മലപ്പുറത്ത് നിന്നുള്ളൊരു MLA ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ ഒരു ചടങ്ങിൽ വെച്ച് കണ്ടപ്പോൾ മുജ്ജന്മത്തിലെ ഏതോ സഹോദരനെ കണ്ടുകിട്ടിയ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ച് നിട്ട സെൽഫിയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ് അല്ലേ? ഞാൻ ഇന്നേ വരെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല. പക്ഷേ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളൊരു MLA ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ ലഖ്നൌവിലൊരു പരിപാടിയിൽ കണ്ടപ്പോൾ, എന്തായാലും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്ക് മലപ്പുറത്തെ MLA എന്തായാലും പരിചയം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. എന്നാൽ നമുക്കൊരു ഫോട്ടോ എടുത്ത് കളയാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് വന്നിരിക്കാൻ സാധ്യതയില്ല. ഇദ്ദേഹം അങ്ങോട്ട് പോയി ഒരു ഫോട്ടോ എടുത്ത് അത് സാമൂഹ്യ മാധ്യമങ്ങളോട് പ്രചരിപ്പിച്ച് നമ്മളൊക്കെ കണ്ടതാണ്. ഈ ബുൾഡോസർ രാജിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കേരള സർക്കാർ സ്പോൺസർ ചെയ്ത പരിപാടിയിലേക്ക് ക്ഷണിച്ചതാരാണ്? വരാൻ പറ്റാതെ വന്നപ്പോൾ ആശംസാ സന്ദേശം അയച്ചു കൊടുത്തു. എന്നിട്ട് കേരള സർക്കാർ സ്പോൺസർ ചെയ്ത പരിപാടിയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം വായിക്കുകയാണ്. ഇതൊക്കെ ചെയ്ത ആളുകൾ കർണാടകയിൽ നടന്ന ദൗർഭാഗ്യകരമായൊരു സംഭവത്തെ യോഗി ആദിത്യനാഥിന്റെ സംസ്ഥാനത്തെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള എവിക്ഷനുമായിട്ട് ബുൾഡോസർ രാജ്യവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ്? തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിലെ മുഴുവൻ മതേതര വിശ്വാസികളും ഒറ്റക്കെട്ടായി ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചില കള്ളപ്രചരണങ്ങൾ നടത്തുകയാണ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ സമാനതകളില്ലാത്തൊരു മുന്നേറ്റം ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടായി. വിശിഷ്യ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നടത്തിയിട്ടുള്ള മുന്നേറ്റം അവരുടെ കണ്ണ് തള്ളിച്ചിരിക്കുകയാണ്. ഇന്നടക്കം മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ നമുക്കറിയാം. ചില ആളുകൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് വർഗീയമായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കുന്നു. മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ, അതെന്താ നിങ്ങൾക്ക് ഭൂമി കിട്ടുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഭൂമിയുണ്ട്, അപ്പോൾ തുടങ്ങാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് തുടങ്ങാൻ പറ്റാത്ത? അനുമതി കിട്ടുന്നില്ല. അപ്പോൾ 10 വർഷമായിട്ട് ഇടതുപക്ഷമല്ലേ ഭരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ക്ഷുഭിതനാവുകയാണ്. അപ്പോൾ ഈ ജില്ലയെക്കുറിച്ച്, സമുദായത്തെക്കുറിച്ച്, മുസ്ലിം ലീഗിനെ കുറിച്ച് അപഖ്യാതി പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ വേണ്ടി നിരന്തരം നടത്തിയ പരിശ്രമങ്ങൾക്ക് കേവലം മലപ്പുറത്തെ മാത്രമല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും കൊടുത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. മലപ്പുറത്ത് മാത്രമല്ല 14 ജില്ലകളിലും തോറ്റമ്പിയല്ലോ. പത്തനംതിട്ട ഹിന്ദു ഭൂരിപക്ഷമുള്ള ജില്ലയാ. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം നിങ്ങൾക്കറിയാം, ഏറ്റവും രൂക്ഷമായി ബാധിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊല്ലം, തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ, ഹിന്ദു ഭൂരിപക്ഷമുള്ള ജില്ലകളിലൊക്കെ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയേറ്റു. എന്തുകൊണ്ടാണ്?
സ്വയം സെക്യുലറാണെന്ന് വിളിക്കുന്ന, സ്വയം മതേതരവാദികളാണെന്ന് വിളിച്ച് നാട്ടുകാർക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ നടക്കുന്ന ഇടതുപക്ഷം കേരളത്തിൽ സംഘപരിവാറിനേക്കാൾ കൂടുതൽ ജാഗ്രതയോടെ സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പാക്കാൻ ഇറങ്ങിയതിന്റെ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത്. ഇപ്പോൾ ആ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഒരു ഭിന്നതയുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു പരിശ്രമം നടത്തി നോക്കിയതാണ് ബംഗളൂരുവിലെ ഒരു കച്ചിത്തുരുമ്പിൽ പിടിച്ചുകൊണ്ട്. പക്ഷേ ആ കച്ചിത്തുരുമ്പിനെയും ബംഗളൂരുവിൽ നടന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരായിട്ടുള്ള നീക്കമായിരുന്നു എന്ന വ്യാജ പ്രചരണത്തെയും തകർത്ത് തരിപ്പണമാക്കാൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കും വിശിഷ്യ KMCC പ്രവർത്തകർക്കും സാധിച്ചിരിക്കുന്നു എന്നുള്ളതിൽ അതിലുള്ള എൻ്റെ സന്തോഷം ഇവിടെ ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നടന്ന ദൗർഭാഗ്യമായ സംഭവത്തോട് ഒരാളും യോജിക്കുന്നില്ല. സർക്കാർ അവിടുന്ന് ആരെയൊക്കെ എവിക്റ്റ് ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം രേഖകളുള്ള മുഴുവൻ ആളുകൾക്കും രാജീവ് ഗാന്ധി ആവാസ് യോജന പ്രകാരം ഫ്ലാറ്റുകൾ നൽകുകയാണ്. രേഖകളില്ലാത്തവർക്ക് ഓൾട്ടർനേറ്റീവായിട്ടുള്ള താമസ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയാണ്. പക്ഷേ യഥാർത്ഥ സത്യത്തെ മൂടിവെക്കാൻ നടത്തിയിട്ടുള്ള പരിശ്രമം, നുണപ്രചരണം നടത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമം അതിന് ഏതാനും മിനിറ്റുകൾ ആയുസ് മാത്രമേ ഉണ്ടായുള്ളൂ.